വീട്ടിലാണ് വീട്ടിലാണ്. എന്നെ കൊണ്ടുപോയില്ല ഗൈസ്, അതാണ് സത്യം. എനിക്ക് വലിയ പരിപാടി അറിയാം. അതല്ലല്ല ഇപ്പം ഇതുപോലുള്ള ബാഡ് കമന്റ്സ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഈ ബ്ലൂ ടിക്ക് അല്ലെങ്കിൽ ബ്ലൂ കളറല്ലേ ഈ ലെറ്റർ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ചാനൽ ലൈവ് ചാറ്റിനകത്ത് ബാഡ് കമന്റ്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ചാറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് പുട്ട് ദിസ് യൂസർ ഓൺ ടൈം ഔട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈം ഔട്ട് 24 മണിക്കൂർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 24 മണിക്കൂറിൽ പുള്ളിക്ക് നമ്മുടെ ചാനലിൽ ലൈവ് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പൊ നമ്മളെ ഈ പറയുന്ന പോലെ ലൈവ് ചാറ്റ് കുറച്ചുകൂടെ രസമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ പറഞ്ഞ ചീത്തൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ കാണുന്ന ആരാണ്, അപ്പൊ അവർക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റൂല. അതാണ് ഞാൻ മോഡറേറ്റർ പദവി കുറച്ചും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കുന്നത്. എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്ക്. ഹലോ അബി, ബീച്ചിലാണ് അവര്, ബീച്ചിലാണ്, ഞാൻ വീട്ടിലുമാണ്. അവര് ബീച്ചിലാണ്, അവര് കളക്ഷൻ എടുക്കാൻ പോയിരിക്കുകയാണ്. അബി വേണമെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുപേരെങ്കിലും ഒരു കാണിച്ചു തരുമായിരിക്കും. ആരുടെ ചീത്ത വിളിച്ച? ഇന്നത്തെ ലൈവിനകത്ത് നീ എന്താ വരാൻ? ഇന്നത്തെ ലൈവ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഒരു ബാഡ് കമന്റ് വന്നു, പക്ഷെ അത് ബ്രോണി ബ്രോയും അശ്വിൻ ബ്രോയും കൂടി അത് മാനേജ് ചെയ്തു. അതിനെ പറ്റി പറയുകയായിരുന്നു. ഓക്കെ സെറ്റ്. ഞാൻ ടൂൾസ് എടുക്കണോ? ഇന്നലെ കണ്ടില്ലല്ലേ ടൂൾസ്? വീട്ടിലൊക്കെ ലൈവ് കാണുന്നതാണ്. അപ്പൊ നോക്കിയോ? അയ്യോ ക്ലച്ചർ കാണുന്നില്ലേ? അപ്പൊ സോറി ഇത് അച്ഛൻ നിങ്ങൾക്ക് എന്താണ്? അത് വീട്ടുകാർ ലൈവ് ആണെന്നാണ്. അപ്പൊ നോക്കിയോ? എനിക്ക് ഹൈലൈറ്റ്സ് ഇട്ടില്ലായിരുന്നു, ഇപ്പോഴും ഓർത്ത്. ഡിസ്നി സാറാവണി നമ്മളെ നൈറ്റ് ലൈവ് കാണത്തില്ല, ഇപ്പത്തെ ഈ ലൈവ് മാത്രമായിരിക്കും ഉണ്ടായിരുന്നത്. സജീവാദിലാണോ നമ്മൾ ലൈവില്? എല്ലാവർക്കും സച്ചു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. സാറാ ഉണ്ണിയുടെ ബ്രോ, പുള്ളിയുടെ പേര് ശരൺ എന്നാണ് പുള്ളിയുടെ പേര്. ശബരീഷ് എന്നല്ലേ? ശരണെന്നാണ്. ഓക്കെ, ഞാൻ ഇന്നലെ ശബരീഷ് എന്നെങ്ങാണ്ടാണ് വിളിച്ചതെന്ന് തോന്നുന്നു. ശബരീഷ് എന്ന് പറയുന്ന നമ്മുടെ തൃശ്ശൂരുള്ള വേറൊരു പേരിൽ വരുന്നേ, പേര് മറന്നുപോയി. ഐഡിയുടെ പേര് മറന്നുപോയി. ശബരീഷ് എന്ന പുള്ളി പേര് ഐഡി കാണാൻ അറിയാൻ പറ്റും. കൊല്ലംകാരാണോ? സച്ചു കൊല്ലത്ത് എവിടെയാണ്? ഞങ്ങളിപ്പോ കാപ്പിൽ ബീച്ചിലാണല്ലോ. കാപ്പിൽ ബീച്ച് കൊല്ലത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും ബോർഡർ സ്ഥലമായ കാപ്പിൽ ബീച്ചിലാണ് ഞങ്ങളിപ്പോ ഉള്ളത്. ബോർഡർ സ്ഥലം കൊല്ലത്ത് എവിടെയാണ്? നൈറ്റ് ലൈവ് കാണത്തില്ലായിരിക്കും ഗൈസ്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതെ, എനിക്ക് അവസ്ഥ പറ്റില്ല. ഇവന്റെ വീട്ടുകാർ കാണുമെന്നുള്ള ഞാൻ ഓർത്തില്ല. ഇവര് വീട്ടുകാര് നമ്മളെ കംപ്ലീറ്റ് ലൈവ് കാണുന്നു. ഞാൻ ആന്റിയോടെ എന്ത് പറയുന്നത്? ആന്റിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുന്നത്? അതാണ് ഞാൻ അവർക്ക് പറഞ്ഞാണ്. അതോടുകൂടി അവിടുന്ന് കിട്ടുന്ന കട്ടൻ ചായയും പരിപ്പൂടെ എന്ത് ചെയ്യും? ഹരിക്കുള്ള വിലയും പോയി, തീർന്നല്ലോ. എന്തോ കട്ടൻ ചായട്ടുള്ള ആന്റിയ. എനിക്ക് പരിചയക്കാർ ഉണ്ടോ എന്ന് നോക്കട്ടെ. എടാ, നിനക്ക് അവിടെ പീപ്പിൾസിനെയാണോ ഗേൾസിനെയാണോ കാണണ്ടെന്ന് പറ. അക്കെ കൊണ്ടുപോയില്ല, എന്നെ കൊണ്ടുപോയില്ല. പുത്തൂരാണല്ലേ? ഓക്കെ പുത്തൂരാണ്. എന്ത് ചെയ്യുന്നു? 8 മണിക്ക് ലൈവ് ഇല്ല. ഇല്ല, ഇന്ന് രാത്രി 8 മണിക്ക് ലൈവ് ഇല്ല ബ്രോ. എല്ലാവർക്കും ആർക്കും വയ്യ ബ്രോ. ഞാനൊക്കെ എന്താ പറയുന്നത്, ഇപ്പോഴാണെന്ന് ഓൺ ആയത്. ഇത്ര നേരം ഈ തലവേദന എടുത്ത് ഞാൻ ഇവനെ ലീവ് എടുപ്പിച്ചിട്ട് ഇവനെ കൊണ്ടുവന്ന് റൂട്ട് പോവാണ്. അഭി വിചാരിക്കും അടിച്ച് ഓഫ് ആയിരിക്കും. നിങ്ങൾ ഓൺ ആയെന്ന് അങ്ങനെയൊന്നും പറയാതെ. ഞാൻ ആപ്പാടെ ടയർഡായിരുന്നു ബ്രോ. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഇന്ന് മെഡിക്കൽ കോളേജിലായിരുന്നു. ഇന്ന് രാവിലെയാണ് വന്നത്. എനിക്ക് റൂട്ട് പോകാൻ ഒറ്റയ്ക്ക് തലവേദനയാണ്. റൂട്ട് ഒറ്റയ്ക്ക് പറ്റാത്തത് ഞാൻ ഇവനെ കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ട് ഞാൻ ഒരുമിച്ചാണ് റൂട്ട്. മുതലാളി ലൈവ് കാണുന്നതാണ്. മുതലാളി അവന്റെ പണി പോണേ പോട്ടേ. അവന്റെ പണി പോണേ പോട്ടേ. അസല് പണി ഞാൻ കൊടുക്കും. പിന്നെ തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെ പോട്ട്, നമുക്ക് വിഷയമുള്ള കേസല്ല. നിനക്ക് പോലെ അറിയാം. അവന് 8 മൂടാൾ സ്വത്തുണ്ടോ? അവന് 8 മൂടാൻ. വീട്ടുകാരോട് കാണുന്ന ചേച്ചിയെ കൊണ്ടുപോവാതെ രണ്ടുപേരും അടിച്ചു പൊളിക്കാൻ പോയതാണല്ലേ? അവര് വായി നോക്കാൻ പോയതാണ്. ഞാനോട് വായി നോക്കിയാണ്. അടിച്ചു പൊളിക്കാനുള്ള ഒരു ഇതില്ല സത്യം പറഞ്ഞാൽ. ഈ ലൈവ് തുടങ്ങി കുറച്ചൊന്ന് എൻഗേജ് ആയപ്പോഴത്തേക്കാണ് കുറച്ചൊന്ന് ഓക്കെ ആയത്. അവന് മറ്റേ വടക്കൻ വീട്ടിലെ കൊച്ചു കുഞ്ഞ് ലൈനാളി അശ്വിനെ. വടക്കൻ വീട്ടിലെ ബാക്കിലെ പോതപ്പുല്ലി ചെത്തി വിറ്റാ കിട്ടും 50 കോടി നിർത്തില്ലേ? ആ ഐറ്റമാണ് അവൻ. ഇഷ്ടം പോലെ ആസ്തിയുണ്ട്, ഇഷ്ടം പോലെ. 8 മൂഴാളത്തോളം 8 മൂഴാള. അതിന്റെ ഇടയ്ക്ക് ഇവിടെ വേണ്ട.